നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അതായത് ഞാൻ ഈ വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നാരദ ന്യൂസ് എന്ന് പറഞ്ഞതിൻ്റെ അകത്താണ് ഈ ലൂസ് ടോക്ക് എന്ന് പറഞ്ഞ ടൈറ്റിലിൽ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്റർവ്യൂ അല്ല, ഇത് ബേസിക്കലി കോൺവെർസേഷൻ. പിന്നീട് അതിൻ്റെ ആ പേരൊക്കെ മറ്റു പലരും അടിച്ചു മാറ്റി കൊണ്ടുപോയി. അതൊക്കെ യൂഷ്വലായിട്ടുള്ളതാണ്. വലിയ മഹാന്മാരെ പിന്നെ അവരുണ്ട് അത് പറഞ്ഞു തരുന്നു. ഇപ്പം ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇപ്പം നാരദ എന്ന് പറയുന്ന ആ ടൈറ്റിലൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്ന സംഭവം. പിന്നെ അത് പല ആൾക്കാർ അവരുടേതാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലീവ് ഇറ്റ്. ഇപ്പം ഇന്ന് ഇതേപോലെ ലൂസ് ടോക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ കൂടെയുള്ളത് തുഫൈൽ. നിങ്ങൾക്ക് തുഫൈലിനെ കാണാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ജേർണലിസ്റ്റാണ്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിലാണ് ജോലി ചെയ്യുന്നത് ഡൽഹിയിൽ. അപ്പം പുള്ളി ആം ആദ്മി പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ കൺവീനറായി പോയ സമയത്ത് ഞാൻ ഇവനോട് പറഞ്ഞു, നീ പോകരുത്, നിനക്കിത് അറിയത്തില്ല. കാരണം നമ്മളെ കൊണ്ടൊന്ന് രാഷ്ട്രീയം ഡീൽ ചെയ്യാൻ വലിയ പാടാണ്. പക്ഷേ അതെല്ലാം വെച്ച് അത് കഴിഞ്ഞ് ജോലി റിസൈൻ ചെയ്ത് എൻ്റെ ഭാഗത്ത് അവിടുന്ന് തകൽക്കാരുന്ന ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് ഇവൻ ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായിട്ട് പോയി. എങ്ങാണ്ട് 1.5-2 മാസം കഴിയുമ്പോൾ അതും വിട്ട് കളഞ്ഞ് തിരിച്ച് ഡൽഹി വന്നു. അപ്പം ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ സംഭവിച്ചു. അപ്പം ഞങ്ങളത് പല ടോപ്പിക്സും ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇന്നത്തെ ഒരു ടോപ്പിക് എന്നോട് ചോദിക്കുന്നതും അതേപോലെ തന്നെ വൺ സൈഡല്ല, 2 ഭാഗത്തും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാകും. അപ്പം തുഫൈലായിരിക്കും കൂടുതലും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതേപോലെ ഞാൻ തിരിച്ചു അങ്ങോട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. തുഫൈലിന് സ്റ്റാർട്ട് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അല്ല, ഞാൻ നോക്കുമ്പോൾ സാർ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആവും. പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ലെങ്കിൽ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്നുള്ളതൊക്കെ വിട്ടിട്ട് പെട്ടെന്ന് ഒരു യൂട്യൂബ് ചാനലിലേക്ക് ആ ഒരു അഡാപ്റ്റേഷൻ ഭയങ്കര ക്വിക്കായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ സാറിന് കൂടുതൽ വ്യൂവേഴ്സിനേക്കാളും കൂടുതൽ ഹേറ്റേഴ്സിനെയാണോ കിട്ടിയത് ഒരു കേരള ഓഡിയൻസിൽ? ആദ്യമായിട്ടാണ് ഒരു കേരള ഓഡിയൻസിനെ ഇങ്ങനെ അഡ്രസ്? ബേസിക്കലി ഞാനൊരു മലയാളം ജേർണലിസം ചെയ്യുന്നത് ആദ്യമായിട്ട്. പക്ഷെ എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമുണ്ട് മലയാളം ജേർണലിസം ചെയ്യണം. കാരണം നമുക്ക് ഡൽഹിയിലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ ഗ്ലോബലായിട്ട് സഞ്ചരിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ ഈ പറയുന്ന രീതിയിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് കൊണ്ട് കാണിക്കുന്നത് അതൊരു ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഈ പറയുന്ന നമ്മുടെ അനുഭവങ്ങളും ഈ പൊളിറ്റിക്കലായിട്ട് ഞാൻ ഇന്ത്യയെ കണ്ടതും ഗ്ലോബലായിട്ട് യാത്ര ചെയ്തതും, കാരണം യാത്രാ വിവരണമല്ല ഈ പറയുന്നത്. ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, നാഷണൽ പൊളിറ്റിക്സ് ഉണ്ട്, അതേപോലെ ഗ്ലോബലായിട്ടുള്ള സോഷ്യോളജി ഉണ്ട്, ഇന്ത്യയുടെ സോഷ്യോളജിക്കൽ ചേഞ്ച് ഉണ്ട്, ഇന്ത്യയുടെ എക്കോണമി ഡെവലപ്മെൻ്റ് ഉണ്ട്. അപ്പം ഈ പല ആൾക്കാരും നമ്മൾ നടക്കാൻ പോയപ്പോൾ ഞാൻ സംസാരിച്ച പോലെ ഈ മലയാളികളുടെ ധാരണ ഞാനിപ്പം BJP ആണെങ്കിൽ ഞാൻ BJPയെ സപ്പോർട്ട് ചെയ്യാവും, ഞാനപ്പുറത്ത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാവും. ഇവർക്ക് ഈ നിഷ്പക്ഷം എന്തുവാന്ന് ഇവർക്ക് അറിയത്തില്ല. ഇവരുടെ ധാരണ ഞാൻ വലിയ BJPക്കാരൻ, ഞാൻ BJPയും കോപ്പൊന്നുമല്ല. പല BJP നിനക്കറിയാവുന്ന എനിക്കറിയത്തില്ല, പല BJPക്കാരും ഞാൻ നാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഗണേശൻ എന്ന് പറഞ്ഞ അവരുടെ നാഷണൽ ഓർഗനൈസിങ് സെക്രട്ടറി, അയാൾ വരുന്നൊരു മീറ്റിംഗ്, അവരുടെ ധാരണ ഞാൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ആ മീറ്റിങ്ങിലോട്ട് പോകാൻ റബ്ബിഷ്. ഞാൻ പറഞ്ഞു ഇവരുടെയൊക്കെ ധാരണ ഇതാ. ഞാൻ ഇന്ന് വരെ ലൈഫിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കൂടെ പോകാത്തവരതിന് എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ട് പോലും. കാരണം അങ്ങനൊരു സംഭവം നമുക്ക് ആവശ്യമില്ല. കാരണം ഞാൻ ചെയ്യുന്നതിൻ്റെ പ്രൊഫഷനാണ്, അവർ ചെയ്യുന്ന അവരുടെ പൊളിറ്റിക്കൽ സംഭവമാണ്. കാരണം ഇവിടുത്തെ ലോബിങ്ങും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ധാരണ പെട്ടെന്ന് പോയി ലോബിങ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പുല്ല്. നമ്മൾ ഇവൻ്റെ അപ്പനെ ലൈഫിൽ കണ്ടതല്ലയോ, നമ്മൾ ഇവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കാരണം ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ അല്ല നീ ചെയ്യുന്ന പ്രൊഫഷനൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് 100% കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ 50, 60, 70, 70% ആ പ്രൊഫഷനുമായിട്ടുള്ള ഓണസ്റ്റി അത് ഡെലിവർ ചെയ്താലും നമുക്ക് സാറ്റിസ്ഫൈഡ് ഉള്ളൂ. അല്ലാതെ നമുക്ക് ഈ പറയുന്ന പോലെ ആൾക്കാരുടെ വ്യൂവർഷിപ്പ് സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഈ പല തെഹൽക്കയിലാണെങ്കിലും നാരദയിലാണെങ്കിലും
ഇന്ത്യ ടുഡേയിലാണെങ്കിലും പലയിടത്തും ഞാൻ വർക്ക് ചെയ്തപ്പോൾ സ്റ്റോറി, ഇപ്പം നമ്മളിപ്പോൾ സ്റ്റോറി ചെയ്യുമ്പോൾ അത് ഇത്രയും പേര് വായിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അത് പിന്നീട് അത് കേട്ടും കണ്ടറിഞ്ഞും മറ്റുള്ള ഭാഷയിലൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സ്റ്റോറിയുടെ വാല്യൂ എന്താണ് നമ്മൾ അറിയുന്നത്. ഇത് ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡിൻ്റെ പ്ലാറ്റ്ഫോമിനകത്ത് വൈറലാകുന്നു, അത് പറയുന്നു, മോദി നല്ലവനാന്ന് പറയുന്നു, മറ്റവൻ നല്ലവനാന്ന് പറയുന്നു. അവർ ചെയ്യുന്ന നല്ലതിനെ നല്ലതാന്ന് പറയുന്നു, അവർ ചെയ്യുന്ന മോശം കാര്യങ്ങളെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണ്ടായോ? അതായത് BJP മോദി RSS ആണോ എനിക്ക് ചിലവ് നേരുന്നത്? ഇപ്പം എൻ്റെ സർവൈവൽ എന്ന് പറയുന്നത് ഈ കാണുന്ന ഓഡിയൻസ് അവരുടെ നിഷ്പക്ഷതയാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പം ഒരിക്കലും ഞാൻ ബാംഗ്ലൂർ ആവശ്യമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് തോന്നുന്നു, RSSന്റെ കേരളത്തിലെ ലീഡർ എൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് കാണാൻ വന്നു. അപ്പോൾ പുള്ളി എന്നോട് പറയാം, ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി തരാം, അതേപോലെ ഞങ്ങൾ എല്ലാ രീതിയിലുള്ള സഹായം തരാം. ഞാൻ അവൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി, ഇയാൾ ആരോടെ ഈ പറയും? ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരോടെ ഈ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. കാരണം ഞാൻ പറയും, എൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്ക്, ഞാൻ ഇന്ന് വരെ ലൈഫിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു സംഘടനയുടെയും അവർ ഈ പറയുന്ന ലൈഫിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. അങ്ങനെയുള്ള എന്നോട് വന്ന് പറയുമോ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി തരാം? ഇവരുടെയൊക്കെ ധാരണ ഇതാണ് ബേസിക്കലി. അതായത് നിനക്കറിയാവുന്ന വസ്തു, നീ എൻ്റെ നാരദ സ്റ്റിംഗ് ഓപ്പറേഷന്റെ പാർട്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിനക്ക്? പാർട്ടായിരുന്നു. എത്രമാത്രം പെയിൻ എടുത്താ നമ്മളിത് ചെയ്യുന്നേ. ഇതിനകത്ത് നമ്മൾ പൈസ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ പബ്ലിഷ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് 2016 100 കോടി രൂപ ഓഫർ വന്നതാ. 100 കോടി രൂപ ഓഫർ വന്നത്. എന്നിട്ട് അതുപോലും, അതൊക്കെ നിനക്ക് അറിയാവുന്ന വസ്തുതയാണ്, എന്നിട്ട് അതുപോലും തള്ളിക്കളഞ്ഞ് പോറാപുല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റോറി പോയി പബ്ലിഷ് ചെയ്തു. ആ എന്നെയാണ് ഇവിടുത്തെ കേരളത്തിലെ ചില യൂട്യൂബുകാരന്മാരും കുറച്ച് ഊളികളും എന്നെയൊക്കെ പാപ്പിക്കാൻ വരിക. എന്തുവാ ജേർണലിസം? നീ ആലോചിച്ച് നോക്ക്. എന്നെ 2001 തെഹൽക്ക, അന്ന് എനിക്ക് ഓഫർ കിട്ടിയ 10 കോടി രൂപ ഡയറക്റ്റ് ഓഫർ. അതേപോലെ KP യോഹന്നാന്റെ അന്ന് കിട്ടിയതാണ് എനിക്ക് 10 കോടി ഓഫർ, അമേരിക്ക താമസം. അന്ന് പോകാത്ത ഞാനാണ് ഈ പറയുന്ന ഇമാരുടെയൊക്കെ നീയൊക്കെ എന്തോ ഉദ്ദേശിച്ചതായിട്ട് ചോദിക്കുക. അല്ല, ഈ ചോദ്യം ചോദിക്കണേ എന്നോട്, അപ്പോഴേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം ഒരിക്കലും SDP ആയിട്ട് ഈ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്ന സമയത്ത് അവരെന്നെ ഡൽഹിയിൽ അവരുടെ ഒരു വലിയ ആൾക്കാരുടെ ഒരു മീറ്റിങ്ങിന് അവർ ഒരു സ്പീച്ച് കൊടുക്കാൻ വിളിച്ചു. അപ്പം മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഞാൻ അവന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ പോക്ക് ഈ പുല്ലടച്ചു കൂട്ടും, നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം മാറ്റം, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം, നീ ഇവിടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു സംഘടന വേണം. അത് ഈ പോലെ വർഗീയ സംഘടനയാവരുത്. അന്നിങ്ങനെ അബൂബേക്കറോ മറ്റേ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ലൈബ്രറിനൊക്കെയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തവരോ കൊണ്ടുവരും. അഷറഫ് എന്ന് പറഞ്ഞ പെരുമ്പാവൂരുകാരനൊക്കെ ഈ ഡൽഹി ആ സരിത വേറെ അപ്പോളോ ആശുപത്രിയുടെ പുറകിലായിട്ട് വീണ്ടും അതേപോലെ സംഭവിക്കും. കാരണം എനിക്കറിയാം ഇവന്മാർ പോകുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് ഞാൻ SDP-കാരനും ജമാഅത്തിക്കാരനും അല്ല. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ എതിർക്കും. എനിക്ക് നിങ്ങളോട് സോഫ്റ്റ് കോർണർ ഉള്ളത്, ഇന്ത്യയിലെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയാണ് മുസ്ലിംസ്. അവർക്ക് നല്ലൊരു സംഘടന ഇന്ത്യയിൽ, കാരണം ഇന്ത്യയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സംഘടന ഉണ്ടാകണം. പക്ഷേ അത് ഇന്ത്യയുടെ മതേതര മൂല്യം അനുസരിച്ച് ഒരു ഇന്ത്യൻ സംഘടനയാകണം. ഇതാണ് അവരോട് പറഞ്ഞത്. ആ ക്ലാപ്പന്മാരത് കേട്ടില്ല. പിന്നെ ഇപ്പോഴും ആ തിഹാറിനകത്ത് കണക്ക് എത്രയാണ് ആ കേസ് പോയിട്ടുണ്ട്. അന്ന് എന്നോട് പറഞ്ഞെന്തോ അറിയും, ഇവരുടെ ചില നേതാക്കൾ ഞങ്ങൾ ജയിലിനകത്ത് പോകാൻ തയ്യാറായിട്ടിരിക്കുക. അപ്പം ഞാൻ ഓർത്തി ഭയങ്കര വീരശൂര പരാക്രമികളായിരിക്കും. എന്നിട്ട് അതിൻ്റെ ഒരുത്തിനോട് സീനിയർ ഒരുത്തിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ അറിയത്തില്ല, ഇത് ബനാന റിപ്പബ്ലിക് ഒന്നുമല്ല. അകത്തിട്ടാൽ അകത്തിട്ടു, പിന്നെ പുറത്ത് വന്നാലും നീ അകത്തായിരിക്കും. പുറത്തുനിന്ന് പറയുന്നതേ ഉള്ളൂ, പക്ഷെ അകത്തായിരിക്കും. ഇത് ഞാൻ പറഞ്ഞു, എനിക്ക് പല സംഘടനയും ഇന്ത്യയുടെ നിയമങ്ങളും ഒക്കെ ശരിക്കും അറിയാവുന്ന ഒരാളാണ്. കാരണം ഞാൻ ഈ എത്ര വർഷം കൊണ്ട് എത്രയോ കേസ് നടത്തി കാരണം ഒരു വിറ്റ്നസ് ആയിട്ട് മുന്നോട്ട് പോയ ഒരാളാണ്. എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാത്തവരാരുണ്ട്? ഈ 2001 BJP എൻ്റെ പുറകെ നിന്ന് എത്ര കേസെടുത്ത് എന്നെ ജയിലിലിട്ടതാ. അങ്ങനെയുള്ള ഒരു ജേർണലിസ്റ്റായ എന്നെ
ഇവിടുത്തെ കുറച്ച് യൂട്യൂബ് ഉണ്ടാക്കന്മാര് വന്നിട്ട് അത് ഉണ്ടാക്കും ഇതുണ്ടാക്കും തൊലി ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോൾ സോ ഞാൻ ഇഡിയറ്റ്സ് അവന്റെ ഒക്കെ ലൈഫാണ് ഞാൻ കണ്ടത്. ഞാൻ അഹങ്കാരം കൊണ്ട് പറയും ഇവന്റെ ഒക്കെ ലൈഫാണ് ഞാൻ കണ്ടത്. ഞാൻ ഇന്ത്യയുടെ ഫീൽഡ് മുഴുവനും കണ്ട് ജയിലിനകത്തിട്ട് എന്നെ നാശമാക്കാവുന്നതിന്റെ പരമാവധി ചെയ്തു. പിന്നെയും ഞാൻ ചെയ്യുന്നതിന്റെ കാര്യം എന്തുവാ? എനിക്ക് ഈ പ്രൊഫഷനോടുള്ള ഓണസ്റ്റി. അല്ല, ഞാൻ അതിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ. അപ്പൊ സാറ് ഇത് കാണുമ്പോൾ എനിക്ക് കുറെ സർപ്രൈസിങ് ആണ്. ഒന്ന്, സാർ ഈ നാഷണൽ പൊളിറ്റിക്സ് ഇതൊക്കെ വിട്ട് ഭയങ്കരമായിട്ട് ജിയോ പൊളിറ്റിക്സിലേക്ക് മാറുന്നു, പിന്നെ സെഫോളജിയിലേക്ക് മാറുന്നു. അതിന്റെ കൂടി ലാംഗ്വേജ് ഒക്കെ ഡെലിബറേറ്റ് ആണോ? ഭയങ്കര ലൂസ് ടോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാഷ്വൽ തൊപ്പിയൊക്കെ പറയുന്ന പോലുള്ള ലാംഗ്വേജിലാണ് സാർ ഇത്രയും ബേസിക്കലി ഞാൻ ഒരു കാര്യം വന്നാൽ ഞാനിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി, കാരണം ഞാൻ കൂടുതലും മാഗസിനിലാണ് ജോലി ചെയ്തിരിക്കുന്നത്. ഇപ്പം മാഗസിൻ്റെ അകത്ത് നമ്മൾ ടെക്സ്റ്റ് എഴുതുമ്പോൾ കോപ്പി എഡിറ്റ് ചെയ്യണം, അതിനെ പിന്നെ ഒരു റീഡബിൾ എഫക്റ്റ് ഇത് ചെയ്യണം, അതൊരു ഇന്റലക്ച്വൽ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇതിൽ ജേർണലിസം എന്ന് പറയുന്നത് അതായത് ഒരു സാധാരണക്കാരനും വായിച്ചാൽ മനസ്സിലാവരുത്. ഇതല്ല ഒരു സാധാരണ ഞാൻ ഈ പറയുന്ന ഒരു ലോവർ മിഡിൽ ഒരു ലൈഫ് സ്റ്റൈലുള്ള ഒരാൾക്ക് ഒരു മാഗസിൻ വായിച്ചാൽ മനസ്സിലാകരുത്. ഇതില്ലേ നമ്മുടെയൊക്കെ അജണ്ട. ഇങ്ങനെയല്ലേ നമ്മുടെ എഡിറ്റേഴ്സും നമ്മുടെ മാനേജ്മെന്റും നമ്മളെ പഠിപ്പിച്ച. എന്നാലേ നിന്റെ മാഗസിൻ ആൾക്കാർ വലിയ ലാംഗ്വേജ് ആണ്, വലിയ കണ്ടന്റ് ആണ്, വലിയ ക്രാപ്പാണോ കോപ്പാണെന്നൊക്കെ പറയത്തുള്ളൂ. അങ്ങനെ ആൾക്കാർ പറഞ്ഞു ഹിന്ദുവിന്റെ ലാംഗ്വേജ് ഭയങ്കര ലാംഗ്വേജ്, ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ. ഇതൊക്കെ തലയ്ക്കകത്ത് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മിഥ്യാധാരണയെ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയാണ് അവൻ്റെ കൊളോക്കിയലായിട്ടുള്ള സാധാരണ ഭാഷ. എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ പല ഈ ചില പള്ളിയിലെ അച്ഛന്മാരും കാത്തലിക് അച്ഛന്മാരും ചില പാസ്റ്റർമാരൊക്കെ പറയും നിങ്ങളിടയ്ക്ക് കോപ്പയാക്കുക, ഇങ്ങനെയുള്ള സംസാരിക്കരുത്, ഞങ്ങൾ കുടുംബമായിട്ട് ഇതിനെ കാണുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തെ ഞാൻ സംസാരിക്കുന്ന ഭാഷ ഏതാ? ഞാൻ ഓഫീസിൽ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന എനിക്കറിയത്തില്ലേ. ഞാൻ സ്റ്റാഫുകളോട് ഇതേ രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം എൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഇതാ, അല്ലാതെ അർത്ഥഗർഭലമായ സംഭവങ്ങൾ അട്ടി വെച്ച് ഇതല്ല. കാരണം ലാംഗ്വേജ് അല്ല എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. ആ കണ്ടന്റ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിനാണ് പ്രാധാന്യം. അതിനകത്ത് ഈ ജിയോ പൊളിറ്റിക്സാക്കി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിലെ മറ്റേ നമ്മുടെ പഴയ IFS ഓഫീസറുണ്ട്, മറ്റേ ശ്രീനിവാസൻ സാറുണ്ട്, ഭദ്രകുമാറുണ്ട്, മറ്റു ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ പല ചാനലിലൊക്കെ ഇന്ന് മെഴുകാറുണ്ട്. എത്ര പേർക്ക് പിടികിട്ടിട്ടുണ്ട് ഇതെന്തുവാ ഇവർ പറയുന്നതെന്ന്? അത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിൽ ഇവർ പറയുന്നില്ല. സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷ ഏത്? അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള ഇഷ്യൂ, ഇസ്രായേലിൻ്റെ ഇഷ്യൂ, സിമ്പിൾ ഹമ്പിളായത്. ഈ സിമ്പിൾ ഹമ്പിൾ തന്നെയാണ് ഇന്റർനാഷണൽ ഡെയിലീസ് എഴുതി വെച്ചിരിക്കുന്നത്. അവരൊരിക്കലും ഇത് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും അതേപോലെ തന്നെ എക്കണോമിസ്റ്റ് ആണെങ്കിൽ ഈ ഇന്റർനാഷണൽ ഡെയിലി ഒന്ന് വായിച്ച് നോക്ക്. വളരെ സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് സിമ്പിൾ ലാംഗ്വേജിൽ വളരെ സിമ്പിളായിട്ട് ഒരു ആൾക്കാർ വായിച്ചാൽ സിമ്പിളായിട്ട് പിടികിട്ടും. ഇത് മലയാളത്തെ പത്രങ്ങളിലൊക്കെ എഴുതി അതിനങ്ങ് കുളവാക്കിയേക്കുക. സാധാരണക്കാരന് മനസ്സിലാവും അതിൽ എന്ത് പുല്ല് എഴുതി വെച്ചേക്കും, എന്തുവാ ഈ സാധനം? സിമ്പിളായിട്ട് പറയേണ്ട കാര്യം. ഇപ്പം ഇത് ഞാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ തുഫയിലെ ഞാൻ എവിടെയെങ്കിലും എൻ്റെ രീതി ജാട കാണിക്കാൻ ഞാനാണ്, നീയാ. ഞാനത് പോസ്റ്റ് പിടിച്ച് മസിൽ പിടിച്ച് മുമ്പിരിക്കാൻ പറ്റത്തില്ല എന്നെ കൊണ്ട്. ഞാനത് സാധാരണക്കാരന് മനസ്സിലാകുന്ന സാധാരണ രീതിയിലോട്ട് അതിലോട്ട് ആ രീതിയിലാണ് ജിയോ പൊളിറ്റിക്സ് ആണെങ്കിലും ജിയോ എക്കോണമി ആണെങ്കിലും ഈ രാജ്യാന്തര ബന്ധങ്ങളുമാണെങ്കിലും ഇത് വായിച്ചിട്ട് ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നത്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മലയാളത്തിലെ മീഡിയ ഇത് കാര്യമായിട്ട് ഇതിനൊരു സ്പേസ് കൊടുക്കുന്നില്ല. കാരണം ഇപ്പോഴും മലയാളികളെല്ലാം പറയുന്നത്, മലയാള പത്രങ്ങളൊക്കെ പറയുന്നത് ശശി തരൂരാണ് മാത്രമേ ഉള്ളൂ ഗ്ലോബൽ ഇന്ത്യ. പുല്ല് ശശി തരൂർ എന്ത് പുല്ല ഗ്ലോബൽ എക്കണോമിയെ പറ്റി അറിയാവുന്നത്? അത് അയാളൊരു നല്ല റൈറ്ററാണ്, നല്ല റൈറ്ററും കൂടെ. ഈ പറയുന്ന ഗ്ലോബൽ എക്കോണമി ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിനെ പറ്റി ആ മനുഷ്യനെ അറിയത്തില്ല. അപ്പം അതാണ് ധരിച്ചിരിക്കുന്നത്. ഇത് പറയാൻ തുടങ്ങിയപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി ഇത് അങ്ങനൊന്നും അല്ല, ഇത് സിമ്പിളാണ്. അതായത് സിമ്പിൾ ലോജിക്കായിട്ട് മനസ്സിലാകുന്നേ ഉള്ളൂ. ഇപ്പോൾ അമേരിക്കൻ ടാരിഫിൻ്റെ വിഷയത്തിന്
അടിച്ചുവിടുന്ന കഥകൾ കണ്ടോ കേരളത്തിൽ? ഇത് എന്തുവാ പറയുന്നത് ഈ കഥകൾ? വേണ്ടാത്ത കഥകൾ അടിച്ചുവിടുന്നത്. ഇപ്പോൾ ഇന്ത്യ അമേരിക്കയെ പാഠം പഠിപ്പിക്കും. ബങ്കർ ബസ്റ്റർ ബോംബ് ഇന്ത്യ ഉണ്ടാക്കി. ഈ ഉള്ളിൽ ബങ്കർ ബസ്റ്റർ ബോംബ് ഉണ്ടാക്കിയിട്ട് എന്തു കുന്തത്തിലാണ് കൊണ്ടിടുന്നത്? പക്ഷെ ഇതിൽ ഞാൻ മുഴുവനും നോൺസെൻസ് അടിച്ചു വിടുക. സാറിന്റെ ചാനലിന്റെ ഹേറ്റേഴ്സിലാണെങ്കിൽ ഞാൻ കാണുന്ന ഒരുപാട് കേരളത്തിൽ ഒരുപാട് പ്രോമിനന്റ് നെയിംസ് വരെ ഉണ്ട്, ക്രിറ്റിക്സ് ആയിട്ടും ഹേറ്റേഴ്സ് ആയിട്ടും. അപ്പൊ എന്താണ് ഷെയ്ക്ക് ചെയ്യുന്നവരെ? ഷെയ്ക്ക് ചെയ്യുന്ന ബേസിക്കലി അവരുടെ ഒരു സർക്കിളിനകത്തോട്ട്. കാരണം മൂക്കില്ല രാജ്യത്തൊരു മുഴുമൂക്കൻ രാജാവ്, അതാണ് ബേസ്. കാരണം ഇവരൊക്കെ സെൽഫ് സ്റ്റൈൽഡ് സെൽഫ് പ്രൊക്ലൈംഡ് ഇന്റലക്ച്വൽ ആയിരുന്നു ബേസിക്കലി. ഇവരാണ് കേരളത്തിലെ ഇന്റലക്ച്വൽ, ഇവരാണ് ജിയോ പൊളിറ്റിക്സ്, കേരളത്തിന്റെ സോഷ്യോളജി, ഇതൊക്കെ ഇവരാണ് പറയുന്നത്, ഇവരാണിത് കൈകാര്യം ചെയ്യുന്നത്. ഇതിനകത്തോട്ട് ഞാൻ കയറി വന്നത് കാരണം ഇമ്മറ തലക്കടി കിട്ടി. കാരണം ഞാൻ വളരെ സിമ്പിളായിട്ട് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാം, ഇത്രയേ ഉള്ളൂ ഈ സംഭവം. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇമാർക്ക് പിടികിട്ടി. ഇവര് ക്യാപ്ചർ ചെയ്തൊരു മേഖലയിലോട്ടാണ് ഞാൻ കയറിപ്പോയത്. ഒരു തേർഡ് റൈറ്റർ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ABC-ക്കകത്തൊരു ഇഡിയറ്റ് ഉണ്ട്. അയാൾ ഫൾഫായിട്ട് പറയുന്നത് ഇന്റർനാഷണൽ ജേർണലിസ്റ്റാണ്. ഇഡിയറ്റ് ഇത്ര നോൺസെൻസ് പറയുന്നൊരു കളവനാ. ആ വാക്ക് തന്നെ ഉപയോഗിക്കുക. എന്നെ പറ്റി എന്തൊക്കെയോ അടിച്ചുവിടുന്നു. അയാൾക്ക് ഇഡിയറ്റിന് ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിനെ പറ്റി ABCD അറിയാത്ത ഒരു കുണാപ്പൻ. അയാൾ മോനും കൂടി ഇരുന്ന് ആദ്യം ഒന്ന് പറയും, പിറ്റേ ദിവസം തിരിച്ചു പറയും, 2 ദിവസം വീണ്ടും പറയും വേറൊന്നു. മറ്റൊരു ഗ്ലോബൽ പൊളിറ്റീഷ്യൻ, പൊളിറ്റിക്കൽ എക്സ്പേർട്ട് ഉണ്ട്, ഒരു തേർഡ് റൈറ്റർ മേജർ രവി എന്ന് പറയുന്ന തെണ്ടി. അവരെന്ത് കോപ്പറിയാ? ഇന്ത്യൻ പട്ടാളത്തിൽ ഒരു മേജർ എന്ന് പറഞ്ഞൊരു പുല്ലുമല്ല. അയാൾക്ക് എന്ത് വാറിനെ പറ്റി അറിയാം? അയാളാണ് വേറെ സംഭവം. അവനും എന്തൊക്കെയോ എന്നെ പറ്റി പറയുന്നത്. ഇവനൊക്കെ ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ ആ മോഹൻലാലിനെ ദുൽഖറിനെ എടുത്തൊന്ന് കുടഞ്ഞു ശരിക്കും. കാരണം ഇവരൊക്കെ വലിയ ഇങ്ങനെ ബിംബങ്ങളായിട്ടൊക്കെ നിൽക്കുമല്ലയോ. കാരണം ഇവനെയൊന്നും പറയാൻ ആളില്ല. ഞാൻ കയറി അങ്ങ് കുടഞ്ഞു. നിനക്കറിയാലും ഞാൻ ഈ കുടയുന്ന കാര്യത്തിൽ മോദി അല്ല ട്രംപ് അല്ല, അവൻ്റെ അപ്പനെ ഞാൻ കുടയും. ഇറ്റ്സ് എൻ്റെ റൈറ്റ്. എൻ്റെ രാജ്യത്ത് എനിക്ക് പ്രസ് ഫ്രീഡം ഉണ്ട്. പക്ഷെ ഐക്കൺസ് ആളുകൾക്ക് ഒരു പ്രശ്നമല്ല, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അതാണ് പ്രശ്നം. മലയാളികളുടെ ധാരണ ഇവരൊക്കെ എന്തോ സംഭവമാണ്. ഈ സംഭവത്തിൻ്റെ അകത്തോട്ട് കയറി യാഥാർത്ഥ്യം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ചെലവിൽ കഴിയുന്ന ഒത്തിരി എണ്ണം നമുക്ക്. കാരണം അവരെ സപ്പോർട്ട് ചെയ്ത്, അവരെ പ്രൊമോട്ട് ചെയ്ത്, അവരുടെ PR-ഉം പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞു കൊണ്ടു. ഇപ്പം പല എനിക്കറിയില്ല, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി എണ്ണമുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം ഇവരൊക്കെ ഇവരുടെ പേറോളിലുണ്ട്. അല്ലെങ്കിൽ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിനക്കെന്നെ ഇത്ര വർഷം കൊണ്ടറിയാം. ഞാൻ മുന്നോട്ട് നോക്കുന്നൊരു സംഭവമുണ്ട്. അതായത് എനിക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ജിഹാദിനെയും, അതായത് ടെററിസത്തെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എങ്ങനെ സപ്പോർട്ട് ചെയ്യും? എനിക്ക് ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉടൻ തന്നെ ഞാൻ ക്രിസംഗിയായി, ഞാൻ ക്രിസ്തീയ വർഗീയ ഭീകരവാദിയായി. ഇതൊക്കെയാണ് പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒക്ടോബർ 7 തീയതി 1200 പേരെ ഹമാസ് എന്ന് പറഞ്ഞൊരു ഭീകര സംഘടന പോയി കൊല്ലുന്നു. എന്നിട്ട് അൾട്ടിമേറ്റ് ആയിട്ടുണ്ടായ സംഭവം എന്ത്? ആ ഹമാസ് അല്ല, പാലസ്തീനും ഗാസയും ഇല്ലാതായി. ഇത് അന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്തു ഇതാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം അത് ഇറാന്റെ തലയെ കയറുമെന്ന് പറഞ്ഞു. ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് സൂപ്പർ പവർ ആവുമെന്ന് പറഞ്ഞു. അത് തന്നെ സംഭവിച്ചു. ഇത് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് നേരിട്ട് ശരിക്കും വായിച്ചറിയുമ്പോൾ കിട്ടുന്നൊരു ജ്ഞാനമാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരിൽ കേരളത്തിലൊരു സ്ട്രോങ് നരേറ്റീവ് ഇല്ല എന്ന് സാറിന് ഒരു ഫീൽ ഉണ്ടോ? അല്ല, ഉറപ്പ്. കാരണം കേരളത്തിലെ 2 പൊളിറ്റിക്കൽ പാർട്ടിക്കും, അതായത് CPM-നാണെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കും, അത് 2 മുന്നണികളാണ്. ഇവർക്ക് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒരു 50-60% സപ്പോർട്ട് ചെയ്താൽ അവർക്ക് വോട്ട് കിട്ടത്തുള്ളൂ. ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് വലിയ സത്യമാണ്. അത് നമ്മൾ യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാവത്തുള്ളൂ. അപ്പൊ അതിൻ്റെ പേരിലാണ് ഈ കേരളത്തിലെ വോട്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിങ് ചെയ്യുന്നത്. അത് മാറ്റർ ചെയ്യും. അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ടൊരു സംഭവമാണ് BJP ക്യാൻ ചേഞ്ച്. പക്ഷെ BJPയുടെ പല ലീഡേഴ്സും ഉള്ള സംഭവം ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ടുള്ള കണക്റ്റഡ് ആണ്. അവരുടെയൊക്കെ പവർ ബ്രോക്കേഴ്സ്. ഇപ്പൊ K. സുരേന്ദ്രന്റെ മറ്റേ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മുഴുവനും ആരാ?
ഈ ഹവാല ഡീലേഴ്സും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആൾക്കാർ. പക്ഷെ കേരളത്തിൽ BJP കുറച്ചൊരു ഡെമോണൈസ്ഡ് ആയിട്ടാണോ നിൽക്കുന്നത്? ബേസിക്കലി കേരളത്തിലെ BJP എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫൂൾസ്. അവർ BJP എടുക്കേണ്ട സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഞാൻ നിന്നോട് പറഞ്ഞെന്ന് തോന്നുന്നു, കേരളത്തിൽ BJP എടുക്കേണ്ട സ്റ്റാൻഡ് എങ്ങനെയാണ് BJP നോർത്ത് ഈസ്റ്റ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണല്ലോ, എങ്ങനെയാണ് BJP അവിടെ എടുക്കുന്ന സ്റ്റാൻഡ് എടുക്കുക കേരളത്തിൽ? അതായത് BJP ഈ പറയുന്ന ബീഫിനെതിരെയാണ്. പക്ഷെ ബീഫ് ഫെസ്റ്റിവൽ നോർത്ത് ഈസ്റ്റിൽ നടത്തുന്ന പൊളിറ്റിക്കൽ പാർട്ടി BJP. നിങ്ങൾക്കവിടെ നോർത്ത് ഈസ്റ്റിൽ BJP പലയിടത്തും ജയിക്കുന്നു, MP-മാരുണ്ട്, MLA-മാരുണ്ട്, പല സ്റ്റേറ്റും ഭരിക്കുന്നു. എൻ്റെ കാരണം എന്ത്? എൻ്റെ റീസൺ എന്ത്? പക്ഷെ സാറ് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പൊതുവെ ഓഡിയൻസ് ആളുകളെല്ലാം അവരൊരു നിലപാടിൻ്റെ ആൾക്കാരാണ്. അവർക്കൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ചെറുപ്പത്തിൽ അവർ ജനിച്ചു വളർന്ന ഒരു പാർട്ടിയിലാണെങ്കിൽ അത് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ സാറ് പറയുന്നതിലൊരു ഒരു ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്ന പോലെ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നില്ല. സാർ ഇപ്പൊ ഞാൻ BJPക്ക് ഉറച്ചു നിൽക്കണോ? അപ്പൊ അത് മലയാളി ഓഡിയൻസ് അത് മലയാളി ബോഡി ഇമ്മച്ചുവർ ആ കാര്യത്തില്, ഇമ്മച്ചുവറാണ് ആ കാര്യത്തില്. കാരണം നമ്മളിപ്പോ ഒരു BJPയുടെ മോദി നല്ല കാര്യം ചെയ്തു, ഓക്കെ, നല്ല കാര്യം ചെയ്തു. അല്ല, അപ്പൊ സാർ എവിടെ പൊസിഷൻ ചെയ്യുന്നു സ്വയം എന്നുള്ളത് അവർക്കൊരു പ്രശ്നമായിരിക്കും. സാർ അമേരിക്കയുടെ ഒരു പെർസ്പെക്റ്റീവിലാണോ കാര്യങ്ങൾ പറയുന്നത്? ഞാൻ അമേരിക്കയുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞ കാര്യമുണ്ട്, അടിസ്ഥാനമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ അമേരിക്കയെ പറ്റി, ഇന്ത്യയെ പറ്റി, ഈ പറയുന്ന ചൈനയെ പറ്റി പഠിച്ചത്. എങ്ങനെയാണ് ഇന്ത്യക്ക് അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ഇന്ത്യ ഒരു മെച്യൂർഡ് എക്കോണമി അല്ല. ഇന്ത്യ ഒരു മെച്യൂർഡ് ഡെമോക്രാറ്റിക് കൺട്രിയാണ്, എക്കോണമി അല്ല. ഇന്ത്യക്ക് ഡിപ്പെൻഡ് ചെയ്തേ മതിയാകൂ. അത് ഇവിടുത്തെ യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നു ഇന്ത്യ ഇപ്പം അടിക്കും. എവിടെ അടിക്കാന്? ഇവിടെ നേരെ ചൊവ്വേ ഒരു ഗ്ലാസ് കുടിവെള്ളം പോലും നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ത്യയില്. നേരെ ചൊവ്വേ റോഡ് പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇന്നും പകുതിയോളം നല്ലൊരു വിഭാഗം ഇന്ത്യക്കാരും ഒരു നേരം ജോലി ചെയ്ത്, ഒരു ദിവസം ജോലി ചെയ്തില്ല, പട്ടിണിയാണ്. ആ രാജ്യം രാജ്യത്ത് 140 കോടി ജനമാ ഇന്ത്യ എന്ന് പറയുന്നത്. അമേരിക്കൻ എക്കോണമിയുടെ സൈസ് എന്ന് ഇന്ത്യ ഇപ്പൊ പറയുന്നത് നമ്മൾ 3.8 ട്രില്യൺ എക്കോണമിയായി. അമേരിക്കൻ സൈസ് ഓഫ് എക്കോണമി എന്തുവാ? അമേരിക്കയുടെ കോർപ്പറേറ്റ്സ് എന്ന് പറയുന്നത് 25 ട്രില്യണാ. അമേരിക്കയിലെ സ്റ്റേറ്റ് ആണ് കാലിഫോർണിയ എന്ന് പറയുന്നത്. അതിന്റെ എക്കോണമി എത്രയാണ്? 5 കോടി ജനമേ ഉള്ളൂ. ഒരു സ്റ്റേറ്റ് ആണ് അമേരിക്കയിൽ. അത് 3.7 ട്രില്യനാ. 5 കോടിയുള്ളൊരു സ്റ്റേറ്റിൻ്റെ ഒരു എക്കോണമി. അത് ഇന്ത്യ എന്ന് പറയുന്നത് 140 കോടി ജനം. ഇപ്പോഴും നമ്മൾ 3.8 3.7 ട്രില്യനേ വരുന്നുള്ളൂ. അവർ എങ്ങനെയാണ് ആ രാജ്യത്തെ പോയി കളിക്കുന്നത്? കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന രാജ്യമാണ്, മൈറ്റി മിലിറ്ററി പവറാണ്. ഇവിടെ ഇന്നും തോക്കും ക്ലാപ്പും കൊപ്പും നമ്മുടെ ഇല്ല. നേരെ ചൊവ്വേ നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി എവിടെങ്കിലും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതുണ്ട്, അത് സ്വന്തമായിട്ട് ശവപ്പെട്ടി ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ആ ഒരു രാജ്യത്തെ ആൾക്കാർ ചുമ്മാ വെച്ച താങ്ങുവാണ്. ഇന്ത്യ ഇപ്പൊ കാണിക്കും, ഇന്ത്യ ഇപ്പൊ കാണിക്കും, എന്ത് കോപ്പ് കാണിക്കും? ഇന്ത്യക്ക് സമയമെടുക്കും. ഓപ്പറേഷൻ സിന്ദൂറില് സാർ പറഞ്ഞ കാര്യത്തിൽ അതിലൊരു മിസ്റ്റേക്ക് പറ്റിയും സാർ സമയം അറ്റ്ലീസ്റ്റ് ആ സമയത്ത് അങ്ങനെ പറയരുത് ഒരു സംഭവം സാറിനുണ്ടോ? അതെ, ആ സമയത്ത് ഞാൻ പറഞ്ഞത് തെറ്റായി. പക്ഷെ ഞാൻ പറഞ്ഞ സത്യമായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞത് തെറ്റാണ്. ആ സമയത്ത് ഞാൻ പറയരുതായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് അത് പിന്നെ റിവീൽ ചെയ്യാത്തോടത്തോളം നമുക്കത് എങ്ങനെ പറയാമെന്നുള്ളതാണ്. അത് ഗവൺമെന്റ് ഒരു കാര്യമുണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഡിജിറ്റലൈസ്ഡ് ആണ് ശരിക്കും. അപ്പൊ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു രാജ്യത്ത് നിങ്ങൾ എത്രമാത്രം ഒളിച്ചു വെച്ചാൽ ഇത് പുറത്തു പോകും. ഇതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ യാത്ര എടുക്കാൻ ഇവിടെ നമ്മൾ ഈ മേജർ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അവരൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്ന് പറഞ്ഞ മോസ്റ്റ് സക്സസ്ഫുൾ യാത്രയല്ലേ? ഭയങ്കര സക്സസ്ഫുൾ യാത്ര. ഇതെങ്ങനെ ആൾക്കാർ അറിയുന്നത്? ഡിജിറ്റൽ. അല്ല, ഓപ്പറേഷൻ സിന്ദൂറിലാണ് എനിക്ക് തോന്നുന്നത് സാറിന്റെ ചാനലിൽ ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസവും ഹേറ്റും വന്നിട്ടുള്ളത്. അപ്പൊ അത് ഒരു റീസൺ സാർ എടുത്തുന്ന ഒരു പൊസിഷൻ അത് ഒരു സ്വിച്ച് തരുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും. ഇല്ല, അത് സ്വിച്ച്. ഞാൻ വാറിനെതിരാണ്. നിനക്കെന്നെ അറിയാം, ഞാൻ വാറിനെതിരാണ് ഒരു കക്ഷിയാണ്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം വാറിന് പോകാൻ പാടില്ല. ഇറാനും ഇസ്രായേലും ഒക്കെ നടത്തണം, അവർ നടത്തിക്കോട്ടെ. പക്ഷെ ഇന്ത്യക്ക് പോകാൻ പറ്റില്ല.
കാരണം ഇത്ര ആൾക്കാർ, ഇത്രയും ജനതയെ ഈ ബോർഡർ മുഴുവൻ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഏകദേശം 15ഓളം എയർപോർട്ടാണ് ഉള്ളത്. 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് എയർപോർട്ട് മുഴുവനും നിൽക്കുന്നു. എത്ര ആൾക്കാരെ ബോർഡറിൽ അവിടുത്തെ ഷെല്ലിങ് വന്ന് മരിച്ചു പോയത്. എന്നിട്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ പോയിട്ടില്ലേ ഇന്ത്യ, മറ്റേ ജമ്മുവിൻ്റെയും പഞ്ചാബിൻ്റെയൊക്കെ ബോർഡർ പോയിട്ടില്ലേ? അവിടുന്ന് ഈ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അവിടെ കന്നുകാലികളെ കെട്ടിയാൽ ബോർഡർ താമസിക്കുന്നത് അവനെങ്ങനെ കഴിയാൻ പറ്റുന്നത്? നിങ്ങൾ 71 വാറിൻ്റെയൊക്കെ കഥയാന്ന്. പക്ഷെ ഇന്നത്തെ വാറിൻ്റെ സിസ്റ്റം, വാറിൻ്റെ ഫോർമാറ്റൊക്കെ മാറി. ഇതാദ്യം മനസ്സിലാക്ക്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഹമാസ് എന്ന് പറഞ്ഞ ഒരു ടെറർ ഓർഗനൈസേഷൻ രാജ്യമാണ്. അത് പ്രൊഫഷണൽ ആർമിയുള്ള രാജ്യമാണ്. മോദി പറയുന്ന പോലെ അവിടെ കൊണ്ടിപ്പം ഞാനിപ്പോൾ അവൻ്റെ വീട്ടിൽ കയറി അടിക്കും. ഈ ക്രാപ്പ് ഇത് വാചകം അടിക്കാൻ കൊള്ളാം. ബാലാക്കോട്ടുണ്ടായ സംഭവം എനിക്കറിയാവുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാണ് നഷ്ടമുണ്ടായത്. പക്ഷെ അടിച്ചുണ്ടാക്കിയ കഥ എന്തുവാ? കഥ നമ്മൾ അത്രയായി. നമുക്ക് ചൈനയോടുത്ത് അടിക്കാൻ പോകണം. ചൈന ഉണ്ടായ സംഭവം നമ്മുടെ എത്ര സൈനികർ പോയെന്ന് നമുക്കറിയാം. നമ്മുടെ സ്ഥലം എത്ര പോയെന്ന് അറിയാം. യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. കാരണം ഡിജിറ്റലാണ് ഈ സംഭവം. വീണ്ടും ഓപ്പറേഷൻ സിന്ധൂരിൽ അതേപോലെ കപടതയായിട്ട് കയറി വന്നു. പച്ച കള്ളമല്ലേ പറഞ്ഞത് മുഴുവന്. എന്നിട്ട് എയർ ചീഫ് മാർഷലിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചു. എങ്ങനെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത്ര ഇന്റർനാഷണൽ മീഡിയ എങ്ങനെ എനിക്കെതിരായത്? ഒരൊറ്റ ഇന്റർനാഷണൽ മീഡിയ എനിക്ക് അനുകൂലമായിട്ട് എഴുതുന്നില്ല. ആരാണ് ഉത്തരവാദി? ഈ പറയുന്ന ഇന്റർനാഷണൽ മീഡിയ തന്നെയല്ലയോ നരേന്ദ്രമോദി ഇത്ര വലിയ സ്റ്റാർ ആക്കിയത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രമാത്രം മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരെ പ്രശ്നം ഉണ്ടാവുന്നത്? അതിനെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല മോദി. എന്തുകൊണ്ടാണ് മണിപ്പൂർ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാത്തേ? എന്തുകൊണ്ട് അവിടെ വരെ പോകുന്നില്ല? 5 ലക്ഷം 10 ലക്ഷമുള്ള ചില രാജ്യങ്ങളിൽ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ഈ സ്വിച്ചാണ് നമുക്ക് ആളുകൾക്ക് ഡൈജസ്റ്റ് ആവാത്തത്. സാറ് ഭയങ്കര പ്രോ മോദി ആയിട്ടാണ്. ഞാൻ മോദിയുടെ ആരാധകൻ തന്നെ ആയിരുന്നു. ഇപ്പോഴും ആരാധനയുണ്ട്. പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. കാരണം ഇന്ത്യയെ മാറ്റിയതിൻ്റെ അത് പുള്ളിക്കൊരു ഘടകമുണ്ട്. സാറിന്റെ ലാസ്റ്റ് വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിന്റെ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് ഉണ്ടാവുന്ന ഒരു അങ്ങോട്ടൊരു എന്നൊരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാനത് യന്ത്രമനുഷ്യനാണ്? അത് BJP വരുന്ന ന്യൂറോ ഫീഡ് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവനാണോ? രാഹുൽ ഗാന്ധിയെ ക്രിട്ടിസൈസ് ചെയ്തു സത്യമാ. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ 3 മാസം കൊണ്ടുണ്ടായ പിന്തുണയുണ്ട്. ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷം മുതൽ രാഹുൽ ഗാന്ധി അല്ല ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ടുണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അത് വിസിബിൾ അല്ലയോ ഈ സംഭവം? ഞാൻ രാഹുൽ ഗാന്ധി പപ്പു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്കറിയാം, അയാളുടെ രാഹുലിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ട് വന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അയാളെ രാഹുലിനെ തെറി വിളിച്ച ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്തേ. ഓർമ്മയില്ലേ? ഇതൊക്കെ ഉണ്ടായ സംഭവമാണ്. കാരണം GSTയെ പറ്റി ഇയാൾ പറയും, അബദ്ധം വിളിച്ച് പറഞ്ഞു മുഴുവനും. ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഒരാൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ട് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തോട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സിമ്പിൾ ചോദ്യം. രാഹുലിന് മാറ്റമുണ്ടായി, രാഹുലിനെ അക്സെപ്റ്റ് ചെയ്തു. അതിനെ ഞാനെന്തിനെ എതിർക്കുന്നത്? ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം മോദിക്ക് പല കാര്യങ്ങളും അയാൾ ഇന്ത്യയെക്കാളും വലുതാണെന്നുള്ള ധാരണയായി. ഇതിനൊക്കെ ഫീഡ്ബാക്ക് കിട്ടുന്ന എനിക്ക് RSSൻ്റെ ഞാനിത് ആകാശം നിന്ന് എഴുതുന്നേ. എനിക്ക് RSSുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അവരെനിക്ക് ഫീഡ്ബാക്ക് തരും. ഈ പദപോലെ അമേരിക്കയിലുള്ള BJP ഫ്രണ്ട്സ് ഉണ്ട് ഇഷ്ടം പോലെ. ഇവരൊക്കെ ഫീഡ്ബാക്ക് തരത്തില്ല. എന്തോ അമേരിക്കയിലെ മോദിക്കെതിരെ നടക്കുന്ന ചലനങ്ങൾ. എനിക്കിവിടുന്ന് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അകത്തുള്ള അധികം പേര് ഇന്ത്യക്കാരുണ്ട്. അവരപ്പോഴേ മെസ്സേജ് അയക്കും, ഇന്നത് ചെറുക്കാൻ പോവുക, ഞങ്ങൾ ബജറാംഗിലെ ബാൻ ചെയ്യാൻ പോവുക, ഇന്ന ചെയ്യാൻ പോവുക. ഞാൻ ഇത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ജേർണലിസ്റ്റാണ്. ഇന്ത്യക്കാർ പലയിടത്തും ഉണ്ട്. ഞാൻ അമേരിക്കയിൽ എനിക്ക് പല സുഹൃത്തുക്കളുണ്ട്. അതിനകത്ത് ഈ ചൊറിയൻ സംഘപരിവാറുകാരൻ എന്തോ കേരളത്തിലുള്ള തെണ്ടുകൾക്ക് എന്തോ പ്രശ്നം? അത് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ്. ഞാൻ ആ കൊച്ചിക്കകത്തോ ട്രിവാൻഡ്രത്തിൻ്റെ സ്റ്റുഡിയോക്കകത്തിരുന്നല്ലേ ഇത് പറയുന്നത്. എനിക്ക് ഇവരോടൊക്കെ പേഴ്സണൽ ബന്ധമുണ്ട്. കള്ളുകൂടി ബന്ധം തന്നെ വെച്ചോ, ഉണ്ട്. നിനക്കറിയാനുണ്ടോ? ബന്ധമുണ്ട്. അവരവരുടെ ഇൻഫർമേഷൻ, അവരുടെ പല ഇൻഫർമേഷൻ അവർക്ക് ആവശ്യമുണ്ട്. അങ്ങോട്ടിങ്ങോട്ട് ഷെയർ ചെയ്യും. സാറ് കാണുന്ന ഒരു നാഷണൽ പൊളിറ്റിക്സിന്റെ ഒരു കാര്യം ഞാനൊരു കാര്യം വീണ്ടും പറയാം. 1 വർഷത്തിനുള്ളിൽ മോദി തെറിക്കും. അമേരിക്ക മോദിയെ തെറിപ്പിക്കും. ഈ പറയുന്ന വോട്ട് ചോരി എന്നൊക്കെ പറയുന്നതിന്റെ പുറകിൽ ഭയങ്കര ഗെയിമുണ്ട്.
അപ്പൊ ഇതെല്ലാം അമേരിക്കയാണ്. ഇപ്പൊ സാറിന് മോദി തന്നെയാണ് അമേരിക്കൻ അതാണ് കേരളത്തിലെ സംഘപരിവാറുകാരനൊന്നും അമേരിക്ക അറിയത്തില്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അമേരിക്കൻ സ്റ്റൂജ് ആണോ? അപ്പൊ മോദി തന്നെ എന്നെ അമേരിക്കൻ സ്റ്റൂജ് എന്ന് ആദ്യം പറഞ്ഞ ആരാ നിനക്കറിയാം? ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പത്രങ്ങളിൽ വന്ന വാർത്തയോ, ഫ്രണ്ട് പേജിൽ മാത്യു സാമുവൽ ഈസ് അമേരിക്കൻ സ്റ്റൂജ്. അന്ന് മോദി എന്തുമായിരുന്നു? ഇവിടുത്തെ BJP സ്പോക്സ്മാൻ ആയിരുന്നു. ആ മോദി 2014 പറഞ്ഞില്ലേ മാത്യുവിന്റെ അത്രയും ഇന്ത്യയോട് സ്നേഹമുള്ള ഒരാൾ, കാരണം നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ ബംഗാളിൽ പറഞ്ഞില്ലേ? യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഞാൻ ഇന്ന പൊളിറ്റിക്കൽ പാർട്ടി അല്ല. എൻ്റെ കൺസേൺ എൻ്റെ രാജ്യമാണ്, എൻ്റെ പ്രൊഫഷൻ ഞാൻ കൺസേൺഡ് ആണ്. അതായത് നമ്മൾ എടുക്കുന്ന ചില പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ചില കാര്യങ്ങളിലൊന്നും ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. നാഷണൽ സെക്യൂരിറ്റി, കാരണം മോദി കാണിച്ച അബദ്ധമാണെന്ന് എനിക്കറിയാം. സിന്ധൂർ പട്ടാളത്തിന് സമയം കൊടുക്കണം, പ്രിപ്പയർ ആവാൻ. ഒരു സുപ്രഭാതത്തിൽ വന്ന് അടിക്കുകയോ, പാകിസ്ഥാനെ വിളിച്ചു പറയാൻ ഞാൻ തന്നെ അടിക്കാൻ തരുന്നു, എന്നിട്ട് അവനെ പ്രിപ്പയർ ആക്കുക, എന്നിട്ട് അവൻ്റെ ഫൈറ്റർ പോകുന്നത് ഡോഗ് ഫൈറ്റ് വരുന്നു. ഏകദേശം 104ഓളം ഫൈറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഏകദേശം ഇന്ത്യയുടെ 5 ഫൈറ്റർ അങ്ങ് പോയി. അതായത് 4 ടെററിസ്റ്റ് വന്ന് ഫാൽഗാമി വന്ന് അടിച്ചതിന് 5 ഇന്ത്യൻ ഫൈറ്റർ അങ്ങ് പോയി. എന്നിട്ട് പറയാ ജയിച്ചു. കോൺട്രോവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണോ? എന്തോ കോൺട്രോവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇത് അക്യുറേറ്റ് അല്ലയോ? അക്യുറേറ്റ് ആണ് ഇത് പറയുന്നത്. എത്ര പേര് പറയുന്നു? എത്രയോ റിട്ടയർഡ് ആയിട്ടുള്ള സീനിയർ ആർമി ഓഫീസേഴ്സ് പറയും തെറ്റായിപ്പോയി. തെറ്റ് തന്നെയാണിത്. അത് പാടില്ല. ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ഫോഴ്സാ. ആ ഫോഴ്സിനെ വെച്ച് കളിക്കാൻ പാടില്ല. അതിലെന്താ തെറ്റ്? സാറ് കാണുന്നത് നാഷണൽ പൊളിറ്റിക്സിന്റെ അടുത്തൊരു 2-3 years കോൺഗ്രസ് തിരിച്ചു വരുന്നതാണോ സാർ? ഉറപ്പായിട്ടും ഈ പറയുന്ന സംഭവം ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടിയും കോൺഗ്രസും തിരിച്ചു വരും. ബീഹാർ എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യൽ. കാരണം ബീഹാറിലാണ് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ എപ്പോഴും ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്. ജയപ്രകാശ് നാരായണൻ എടുക്ക്, മണ്ഡൽ കമ്മീഷൻ, അയോധ്യ, എല്ലാം ബീഹാറിൽ നിന്ന്. കോൺഗ്രസ് തീരുന്നത് എവിടെ വെച്ചാൽ ബീഹാറിൽ. ഏത് മണ്ഡൽ കമ്മീഷൻ, അയോധ്യ. അവിടെ ലാലു കയറി വരുക. അതേ ബീഹാറിന്റെ മണ്ണിലാണ് വോട്ട് ചോരിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ ബീഹാറിൽ നിതീഷ് കുമാർ തകർന്ന് നാശമാകുന്നുള്ള ഉറപ്പായി. കാരണം ഇന്ന് പ്രശാന്ത് കിഷോറിന്റെ ഒരു ഇന്റർവ്യൂ അത് കഴിഞ്ഞ് അയാളോട് ഫോണിൽ സംസാരിച്ചു. ഏതാണ്ട് ഇത് കൺഫേംഡ് ആണ്. അയാളെ പൊളിറ്റിക്കൽ പാർട്ടി മത്സരിക്കുന്നുണ്ട്, പക്ഷേ അതൊരു ബയസ്ഡ് അല്ലാത്ത ഒപ്പീനിയനൊക്കെ തരുന്ന ഒരാളാണ്. അവിടെ പല സീനിയർ ആയിട്ടുള്ള ജേണൽ അവർ നിതീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ പറഞ്ഞു വല്ലാതെ രീതി തോക്കും. അത് തോറ്റു കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബീഹാറിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ഫോഴ്സ് യു പിയിലോട്ട് പോയി കഴിഞ്ഞാൽ BJPക്ക് പേടി എന്തോ അറിയാം. അപ്പൊ ബീഹാറിൽ തോൽക്കുന്നില്ല അവരുടെ പേടി. ഇത് യു പിയിലും കൂടെ കയറി തോക്കും. അത് കഴിഞ്ഞ് ഇന്ത്യ മുഴുവനും തോക്കും. ഇതാണ് BJPയുടെ പേടി. ഇതാണ് യാഥാർത്ഥ്യം. അതാണ് ബീഹാർ പൊളിറ്റിക്സിന് യാത്രയ്ക്കും പ്രാധാന്യമുണ്ടെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. സാർ കേരളത്തിലാണെങ്കിലും സാർ എനിക്ക് തുടക്കത്തിൽ ഭയങ്കര CPM പിണറായി ആയിരുന്നു. ഇപ്പൊ ഒരു ചേഞ്ച് സാറിന്റെ വ്യൂസിൽ ഞാൻ പ്രോ പിണറായി ആയിരുന്നു, CPM അല്ല. കാരണം പിണറായി ഒരു ഇച്ഛാശക്തിയുള്ള ഒരു പൊളിറ്റീഷ്യൻ. കാരണം പിണറായി വന്ന ശേഷമാണ് ഈ പറയുന്ന ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഹൈവേ നടക്കുന്നു. ഈ ഹൈവേ തന്നെ 10-40 വർഷം കൊണ്ടുണ്ടായ ഒരു പ്രോജക്റ്റ് നടത്താൻ പറ്റിയത് കാരണം സ്ഥലമെടുക്കാൻ പറ്റുന്നില്ല. അത് 40 മീറ്റർ, 60 മീറ്റർ, 30 മീറ്റർ ആകും, 20 മീറ്റർ വലിയ പ്രശ്നമായി. പിണറായി വിജയൻ വന്ന ശേഷമാണ് ഈ സ്ഥലമെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയും നിതിൻ ഗഡ്കരിയുമായിട്ട് ബന്ധത്തിൽ കൂടെ നടപ്പിലാക്കിയത്. ഒന്ന് അത് പ്രധാന. കാരണം കേരളത്തിൻ്റെ റോഡ് എന്ന് പറയുന്നത് വളരെ മോശം. അതേപോലെ തന്നെ കേരളത്തിലെ ഈ പറയുന്ന കൂടംകുളം വൈദ്യുതി ലൈൻ, ഇലക്ട്രിസിറ്റി, അതൊക്കെ നടത്തിയ പിണറായിയാണ്. ഉമ്മൻചാണ്ടിയെ കൊണ്ടോ ഈ പറയുന്ന കോൺഗ്രസിനെ കൊണ്ട് ഇത് പറ്റിയിട്ടില്ല. അപ്പൊ ഇച്ഛാശക്തിയുള്ള നേതാവാണ് പിണറായി. അത് നടത്തിയെടുത്തു. അതുകൊണ്ട് ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഈ കോവിഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിണറായിയുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി അത് ഉമ്മൻചാണ്ടിയേക്കാൾ സക്സസ്ഫുൾ ആയിരുന്നു. അത് ഗ്രൗണ്ടിൽ വിസിബിൾ ആയതിൻ്റെ പേരിലാണ് സെക്കൻഡ് ടൈമിൽ പുള്ളി അധികാരത്തിൽ വരുന്നത്. പിന്നീട് കണ്ടത് പുള്ളി ഈ മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി കൂടുതൽ ഫ്ലെക്സിബിൾ ആകുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആവശ്യമേ ഇല്ല. എന്തിനാണ് ഈ പറയുന്ന മോനും മരുമോൾക്കും മരുമകനും വേണ്ടി പിണറായി വിജയനെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഇത്രയും ഫ്ലെക്സിബിൾ ആകേണ്ട ആവശ്യമുണ്ട്?
എന്തിനാണ് ഈ മകളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ CMR ഇഷ്യൂവിനകത്ത് ഇതിന്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. മക്കൾ പ്രായമായ മക്കളുടെ പാടിന് വിടുക. കേരളത്തിൽ BJP വരുമോ സീറ്റ്? BJPക്ക് പോസിബിൾ ചാൻസ് ഉണ്ട്. കേരളത്തിലെ ചില യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞു 50 സീറ്റ് കിട്ടും, 60 അതൊന്നുമില്ല. എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് പോകണം ഒരു 3-4 സീറ്റ്. പക്ഷെ ഇപ്പോഴത്തെ ആ BJPയുടെ ട്രെൻഡ് അനുസരിച്ച് ഈ പറയുന്ന പോലെ മുന്നോട്ടൊന്നും പോയി ഈ കേരളത്തിലെ ആൾക്കാർക്ക് BJPയെ ശരിക്കും പിടികിട്ടി. ഈ ഛത്തീസ്ഗഡ് ഇഷ്യൂ ക്രിസ്ത്യൻസ് അതെ അതെ ക്രിസ്ത്യൻസ് അവര് ശരിക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി BJPക്ക് വോട്ട് ചെയ്യായിരുന്നു. ഈ ഛത്തീസ്ഗഡ് ഇഷ്യൂ എന്ന് പറയുന്നത് അതേപോലെ ഈ കേരളത്തിലുള്ള ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. അവരെ മുഴുവൻ പെന്തക്കോസുകാരെ പാസ്റ്റർമാരൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോഴും ഇതൊക്കെ ഇഷ്യൂ ആണ് കേരളത്തിൽ ക്രിസ്ത്യൻസിനിടയ്ക്ക്. എനിക്ക് തോന്നുന്നില്ല കൂടിപ്പോ 1-2 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. വേറെ കാര്യം ചെയ്യട്ടെ, ഈ BJPക്ക് 10-15 സീറ്റ് ഒഴികെ എവിടൊക്കെയാണ് നമുക്ക് നോൺ ഫേസിനെ ഇടാൻ പറ്റുന്നത്? അവർ കാൻഡിഡേറ്റ് ഇല്ല. ബാക്കി അവർ പറയുന്ന ആൾക്കാരെ എവിടെ നോൺ ഫേസ് എവിടെ അവർക്കുള്ളത്? ഈ TV-യിലൊക്കെ വന്ന് കമന്ററി ഈ കമന്റും ബൈറ്റും ഒക്കെ കൊടുക്കുന്നവരും അതായത് ഡിബേറ്റിൽ പങ്കെടുക്കുന്നവരും ചില ആൾക്കാരുടെ ഫേസ് നല്ല 15 ഫേസിൽ കൂടുതൽ എത്ര ഫേസ് ഉണ്ട് BJPക്കകത്ത്? ഇവർ കൊണ്ടുവന്നിട്ടില്ല ആൾക്കാരെ. എവിടെ ഉള്ളത്? കോൺഗ്രസ് തിരിച്ചു വരാമെന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് പൂർണ്ണമായിട്ട് തിരിച്ചു വരും, നല്ല ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരും. കാരണം ക്രിസ്ത്യൻസ് വീണ്ടും കോൺഗ്രസിന്, കാരണം അവർക്ക് പേടിയായി പോയി ഛത്തീസ്ഗഡ് എന്ന് പറയാൻ. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ ബാക്ക്വേർഡ്, അതായത് കേരളത്തിലെ ദളിത് പൊളിറ്റിക്സിന്റെ നേതാക്കളെ എടുക്കുക, ഇവരുടെയൊക്കെ പേരെടുത്ത് നോക്ക്. ഇവരൊക്കെ ഇവരുടെ വിശ്വാസം, ഇവരെല്ലാം ക്രിസ്ത്യൻസ് അധികം പേര്. അതേപോലെ ഈഴവ കമ്മ്യൂണിറ്റി കേരളത്തിൽ 10, 20, 22, 23% ക്രിസ്ത്യൻസ് ഉണ്ട് കേരളത്തിൽ. ചുമ്മാ പറയുന്നത് ഈ 19 ചുമ്മാതാ. ഞാൻ പറയുന്ന ക്രിസ്ത്യൻ പേരുകളല്ല, കൺവേർട്ടഡ് ക്രിസ്ത്യൻസ്, കൺവേർട്ടഡ് അല്ല ഫെയ്ത്ത്. അവര് കൺവേർട്ട് അവിടെ എവിടെയും കാണിച്ചിട്ടില്ല. പക്ഷെ ഫെയ്ത്ത്, ക്രിസ്ത്യൻ ഫെയ്ത്ത് രണ്ടും വ്യത്യാസമാണ്. വേണമെങ്കിൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ളവരുടെ വോട്ടും പ്രാധാന്യമുണ്ട്. അപ്പം ഈ പറയുന്ന കേരളത്തിലെ സംഘപരിവാർ ഛത്തീസ്ഗഡ് ഇഷ്യൂവായി ബന്ധപ്പെട്ട് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ റൂത്ത്ലെസ് അറ്റാക്കാണ് നടത്തിയത്. കാരണം വെറും പൊട്ടന്മാര്, അവർ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളും പ്രശ്നവും ഉണ്ടാക്കി ഈ അവിടെയുള്ള ബജറാങ്കളെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കി അതും ഇതുമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് കേരളത്തിലുണ്ടാക്കും. ഇവിടെ ഞാനൊരു കാര്യം പറയാം. കേരളത്തിലെ ഒരുപ്പെട്ട എല്ലാ ക്രിസ്ത്യൻ ഫാമിലി, ഇപ്പം ഞാനിപ്പോൾ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ആണെങ്കിലും, അല്ലെങ്കിൽ ഞാനൊരു പെൻഡക്കോസ്റ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഞാനൊരു മർത്തോമയാണെങ്കിലും എടുക്കുക, എൻ്റെ ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ഒരു കാത്തലിക് നണ്ണും പ്രീസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയാം ഇവരൊന്നും ഈ ഫോഴ്സ്ഫുൾ കൺവേർഷൻ പരിപാടിയൊന്നും ഇല്ലെന്ന്. ഈ പെന്തക്കോസ് പാസ്റ്റർമാരും ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയാം. അവിടെ ഈ കള്ളത്തരം പറഞ്ഞ് വളരെ മോശമായിട്ട് ഇവരെ ചിത്രീകരിക്കുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവരുടെ കാര്യം പറയാം, അവർ മനസ്സിൽ വെച്ച് പെരുമാറുന്നവർ. വേറെ കാര്യം ഞാൻ പറയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത ഉള്ളത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക്. ഭയങ്കര വർഗീയതയാ, ചുമ്മാതായത്. എനിക്കറിയാം, ഞാൻ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്തില്ലയോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത ഉള്ളത് ക്രിസ്ത്യാനിക്കാ. മനസ്സിലായോ? ഭയങ്കര വർഗീയതയാ, പക്ഷെ അവൻ പുറത്ത് കാണിക്കത്തില്ല. ഇതിപ്പോ നാളെ കോൺട്രവേഴ്സി ആവും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ വർഗീയത വെച്ച് പെരുമാറുന്ന കേരളത്തിലെ ക്രിസ്ത്യാനിക്കാ. ക്രിസ്ത്യാനി വർഗീയത വെച്ചേ കേരളത്തിൽ പെരുമാറത്തുള്ളൂ, പക്ഷെ പുറത്തവൻ കാണിക്കത്തില്ല. അവനെ ചൊറിയാൻ പോയി അവൻ കാണിക്കുകയും ചെയ്യും. ഞാൻ ഈ അമേരിക്കൻ ക്രിസ്ത്യാനികളെ കാണുന്നത് ഇല്ലയോ, ഡൽഹി ക്രിസ്ത്യാനിയെ കാണുന്നത് ഇല്ലയോ, അതായത് കേരളത്തിൽ നിന്ന്. എനിക്കറിയാമല്ലോ അവരുടെ ഉള്ളിൽ ബന്ധമാണ്. ഇപ്പൊ ഈ ഒരു ലാംഗ്വേജിലേക്ക് സാർ വരാൻ എന്താ കാരണം? അതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്ന ഒരു സമയം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയന്റെ ലാംഗ്വേജ് ഉള്ളതുകൊണ്ടാണ്? അല്ലത് സോഷ്യൽ മീഡിയക്ക് മുമ്പേ ജേർണലിസം തുടങ്ങി വരത്തില്ലേ. എൻ്റെ ഒരു ലാംഗ്വേജ് ഇങ്ങനെ എഴുതുമ്പോൾ ലാംഗ്വേജ് വ്യത്യാസമാണ്, പക്ഷെ പറയുന്ന ലാംഗ്വേജ് വേറെ. കാരണം ഇപ്പം ഈ പോഡ്കാസ്റ്റിന്റെ സമയമാണ്. പോഡ്കാസ്റ്റിന് ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ്. അപ്പം അതിനേക്കാളും അച്ചടി ഭാഷയല്ല. കാരണം ആൾക്കാർക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ എന്തുവാണ്, അതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയാം. ഈ വീഡിയോക്ക് ടൈറ്റിൽ ഇതായിരിക്കും ഇനിയിപ്പം.